ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൺമണിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയാണ്. കൺമണിയാണെങ്കിൽ ഒട്ടും ധൈര്യം ചോർന്നു പോവാതെ സിഐയുടെ മുന്നിൽ വളരെ ധൈര്യത്തോടെ തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത്. സിഐക്ക് നല്ല തക്ക മറുപടി തന്നെ കൺമണി കൊടുക്കുന്നുണ്ട്. സിഐ ആണെങ്കിൽ ജയമോഹനിൽ നിന്നും മാനസിയിൽ നിന്നും ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് കൺമണിയെ കൊടുക്കാനുള്ള തന്ത്രപ്പാടിലാണ്. മാനസിയും ജയമോഹനും ഒരുക്കിയ ചതിയാണ് ഇതെന്ന് സാഗറിനും കൃഷിനും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ സാഗറും കൃഷും കൂടി ജയമോഹനെ കാണാനായി രാത്രിയിൽ ജയമോഹന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. എന്നാൽ ജയമോഹനും മാനസയും ഞങ്ങൾ ഒരിക്കലും ഈ കേസ് പിൻവലിക്കില്ലെന്ന് തറപ്പിച്ചു പറയുകയാണ്. അതോടെ സാഗറും കൃഷും അവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ കൃഷി കൺമണിയെ കാണാൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. വീണ്ടും കൺമണിയെ രക്ഷിക്കാനായി കൃഷി എല്ലാം മറന്ന് ജയമോഹനെ കാണാനായി ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞതിനും ചെയ്തതിനെല്ലാം എന്നോട് ക്ഷമിക്കണം അങ്കിൾ, എൻ്റെ കൺമണിയെ രക്ഷിക്കണം, നിങ്ങൾ ആ കേസ് പിൻവലിക്കണം, അതിനുവേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം, നിങ്ങളോട് മാപ്പ് പറയാം, ആരുടെ മുന്നിൽ വന്ന് നിന്ന് വേണമെങ്കിലും ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്നൊക്കെ കൃഷി അങ്ങനെ ജയമോഹനോടും മാനസിയോടും പറയുന്നുണ്ട്. എന്നിട്ടും അവർ കേൾക്കുന്നില്ല. ഒടുവിൽ കൃഷി അങ്ങനെ ഹേമയോട് പോയി പറയാണ്, ആൻറ്റിക്കൊരു മകളുള്ളതല്ലേ, ആൻറ്റിക്ക് മനസ്സിലാവും അതിൻ്റെ സങ്കടം, ആൻറ്റി പറ്റുമെങ്കിൽ ഇവരെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയാണ്. എന്നിട്ട് കൃഷി അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം ഹേമ മാനസിയോട് സംസാരിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നത്? ഇത്രയും ശാപം വലിച്ചു കിട്ടി നിങ്ങൾക്ക് എന്ത് നേടാനാണ്? മാനസ, നീ ചെയ്തു കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. നിന്റെ ഈ ചിരിക്കും അഹങ്കാരത്തിനുമെല്ലാം തിരിച്ചടിയായി ഈ കുടുംബത്തിനെന്തോ ദുരന്തം വരാൻ പോകുന്നുവെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എന്തിനാണ് നീ ഇങ്ങനെ മറ്റുള്ള കുടുംബങ്ങളെ വേദനിപ്പിച്ച് പാപങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത്? പറ്റുമെങ്കിൽ നീ ഈ കേസ് പിൻവലിക്കണമെന്ന് ഹേമ അങ്ങനെ മാനസിയോട് പറയുന്നുണ്ടെങ്കിലും മാനസ അതൊന്നും ചെവികൊള്ളാതെ താനിപ്പോൾ വിജയ കൊടുമുടിയിലാണ് നിൽക്കുന്നതെന്ന ഭാവത്തിൽ ചിരിച്ച് സന്തോഷിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കൃഷി തിരിച്ച് ദേവ്ജിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. കൃഷി ആകെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്നങ്ങനെ ഇരിക്കുകയാണ്. സങ്കടത്തോടെ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് സാഗറിനും ഒരുപാട് സങ്കടാവുന്നുണ്ട്. സാഗർ എന്നിട്ട് വന്നിട്ട് കൃഷിനെ ആശ്വസിപ്പിക്കുകയാണ്. കൃഷി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ തോറ്റുപോയി അച്ഛാ, എല്ലാ നിലയിലും ഞാൻ തോറ്റുപോവുകയാണെന്ന് കൃഷി അങ്ങനെ പറയുകയാണ്. ഇത് കേട്ട് സാഗർ പറയുന്നുണ്ട്, നീ മാത്രമല്ല മോനെ, നമ്മൾ വീണ്ടും വീണ്ടും തോറ്റുപോവുകയാണെന്ന് എനിക്ക് തോന്നി തുടങ്ങുകയാണ് എന്നങ്ങനെ സാഗർ പറയുന്നുണ്ട്. അതിനുശേഷം സുജുവും കൃപയും ആൻറ്റിയമ്മയും വീണ്ടും കൺമണിയുടെ വിഷയം സംസാരിക്കുകയാണ്. സുജുവിനാണെങ്കിൽ ഒരു സങ്കടവും ഇല്ലാത്തതുപോലെ സുജു പറയുന്നുണ്ട്, എവിടെയോ ഒരു അറസ്റ്റ് നടന്നു, അതിന്റെ പേരിൽ ഈ കുടുംബത്തിന് തീയിടണോ എന്ന് സുജു അങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് ഒട്ടും സഹിക്കാതെ കൃപ പറയുന്നുണ്ട്, അതെ അമ്മേ, അമ്മ ഇങ്ങനെ തന്നെ പറയണം, എവിടെയോ ഒരു അറസ്റ്റ് നടന്നു അല്ലേ? കൺമണി ഇപ്പോൾ അമ്മയ്ക്ക് ആരുമല്ലാതായി, ഇങ്ങനെ തന്നെ വേണമെന്ന് കൃപ അങ്ങനെ പറയുകയാണ്. എന്നാൽ പറഞ്ഞു പോയത് അബദ്ധമായി എന്ന് സുജുവിന് അങ്ങനെ തോന്നുന്നുണ്ട്. അതിനുശേഷം കൺമണിയുടെ വീട്ടിലാണെങ്കിൽ ഒരു മരണ വീട് പോലെയാണ്. ആർക്കും ഒന്നിനും തന്നെ ഒരു സന്തോഷവുമില്ല. ശ്രീനിവാസനും സുലോചനമ്മയും എല്ലാവരും തന്നെ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.